ഗുഡ് മോർണിംഗ് ആൽ ഓഫ് യു. നമസ്കാരം എല്ലാവർക്കും. ദൈവത്തിന്റെ രക്ഷയും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. സൈക്കോളജി ഓഫ് ലിവിങ്, ജീവിക്കലിന്റെ മനഃശാസ്ത്രം എന്നുള്ള ടോപ്പിക്കാണ് നമ്മളുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസം നമ്മൾ 2025 എങ്ങനെ ഏറ്റവും മികച്ച ഫോക്കസ് ഉണ്ടാക്കിയെടുക്കാം എന്നതിൻ്റെ ചെറിയ ഒരു പ്ലാനിങ് അല്ലെങ്കിൽ ഫോക്കസുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ജീവിക്കലിന്റെ മനഃശാസ്ത്രത്തിൽ നമ്മൾ അതിൻ്റെ ആമുഖം കഴിഞ്ഞ് അതിൻ്റെ ഒന്നോ രണ്ടോ ചാപ്റ്ററുകളാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. ഫോക്കസിന് സൈക്കോളജി ഓഫ് ലിവിങ്ങുമായിട്ടുള്ള ബന്ധം എന്താണ് ശരിക്കും? എന്താണ് സൈക്കോളജി ഓഫ് ലിവിങ്ങിൽ, ജീവിക്കലിൻ്റെ മനഃശാസ്ത്രത്തിൽ ശരിക്കും ഫോക്കസിനുള്ള യഥാർത്ഥത്തിലുള്ള കണക്ടിവിറ്റി എന്താണ് ശരിക്കും? ഫോക്കസ് നമ്മൾ പറഞ്ഞു, ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വളരെ പ്രധാനമായിട്ട് ഉപയോഗിക്കേണ്ട, ആവശ്യം വേണ്ട ഏറ്റവും വലിയ ഒരു പ്രോസസ്സ്, ഒരു ആക്ഷൻ സോണിലെ ഒരു ഏർപ്പാടാണ് ശരിക്ക് ഈ ഫോക്കസ്. ഫോക്കസിന് തോട്ട് സോണിലും വേർഡ് സോണിലും ആക്ഷൻ സോണിലും ഒരുപോലെ പങ്കുണ്ട്. ലൈഫിൻ്റെ സൈക്കോളജി ഓഫ് ലിവിങ്ങിൽ തന്നെ, ജീവിക്കലിൻ്റെ മനഃശാസ്ത്രത്തിൽ തന്നെ സക്സസ് സൈക്കോളജിയിലോ അല്ലെങ്കിൽ സ്റ്റെപ്പിംഗ് ടു സക്സസ്സിലേക്കൊക്കെ ഫോക്കസ് ഇല്ലെങ്കിൽ നടക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് രാവിലെ എഴുന്നേറ്റിട്ട് വൈകുന്നേരം ആവുന്നത് വരെയുള്ള ഒരു ടൈം പീരീഡിൽ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, എല്ലാ ദിവസവും ഞായറാഴ്ച രാവിലെ ആണെങ്കിൽ ഇന്ന് ഞായറാഴ്ചയാണെന്ന് പറഞ്ഞിട്ട് ഇന്നത്തേക്കുള്ള ഷെഡ്യൂൾസൊക്കെ നമ്മൾ തെറ്റിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ എല്ലാ ദിവസവും ഒരേ ഷെഡ്യൂളാണ് ശരിക്കും ഒരു ഹ്യൂമൻ ബീങ്ങിന്. 24/7 ഓരോ ദിവസവും, ആഴ്ചയിലെ ഓരോ ദിവസവും ഒരേപോലെ തന്നെ പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. ആകെയുള്ള വേരിയേഷൻസ് വീട്ടമ്മമാരോട് ചോദിച്ചു നോക്കി, അവർ ഇന്ന് ഞായറാഴ്ചയാണ് എനിക്ക് ലീവ് വേണമെന്ന് പറഞ്ഞാൽ തീരെ പറ്റുള്ളൂ, വീട്ടിൽ പ്രശ്നമാവും. കാരണം അവർ സിവിൽ എഞ്ചിനീയേഴ്സ്, അവരുടെ ഡൊമസ്റ്റിക് എഞ്ചിനീയേഴ്സാണ്. അവർ വീട്ടിലെ കംപ്ലീറ്റ് കാര്യങ്ങൾ അവരാണ് ചെയ്യുന്നത്. അവർ പണി മുടക്കുകയോ ലീവ് എടുക്കുകയൊക്കെ ചെയ്തൊക്കെ പ്രശ്നങ്ങളാവും. സാലറീഡ് എംപ്ലോയീസ് ആണ് ജനറലി ലീവ് കിട്ടുന്ന ആളുകളുണ്ടാവുക. നിത്യജീവിതത്തിൻ്റെ ആക്ഷൻ ഫോക്കസുകളെല്ലാം എല്ലാവർക്കും ഒരുപോലെ. കുട്ടികളോടൊക്കെ പോയി രാവിലെ എഴുന്നേൽക്കാൻ വേണ്ടി പറഞ്ഞാൽ അവർ ഒഴിവുള്ള ദിവസം രാവിലെ നേരത്തെ എഴുന്നേൽക്കില്ല, അവർ കൂടുതൽ ഉറങ്ങും. ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ജെയിംസ് ക്ലിയർ ആറ്റോമിക് ഹാബിറ്റ്സ് എന്ന് പറയുന്ന ബുക്കിൽ പറഞ്ഞതുപോലെ, മൈക്രോ ആയിട്ടുള്ള ഹാബിറ്റുകൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഹ്യൂമൻ ബീങ്ങിന് നഷ്ടവും. നമ്മൾ സാലറീഡ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിക്ക് പോകുന്നത് കൊണ്ടാണ് രാവിലെ എഴുന്നേൽക്കുന്നത് എങ്കിൽ, ആ ശനിയും ഞായറും അവധി അല്ലെങ്കിൽ ഞായറാഴ്ച അവധിയുള്ള ദിവസം പോകാൻ എഴുന്നേൽക്കേണ്ടതില്ലാത്തത് കൊണ്ട് നേരത്തെ എഴുന്നേൽക്കുന്നില്ല എങ്കിൽ നമ്മളുടെ സൈക്കോളജിയിൽ പ്രശ്നമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അതായത് ഇന്ന് ജോലിക്ക് പോകേണ്ടതില്ല, അതുകൊണ്ട് രാവിലെ നേരത്തെ കുറച്ചധികം ഉറങ്ങാം. അങ്ങനെയാവുമ്പോൾ ഒരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ബേസിക് ഫോക്കസിലേക്ക് പോകുന്നതിന് പകരം മറ്റു ചില എക്സ്റ്റേണൽ ഫോക്കസിൽ ഇൻഫ്ലുവൻസ്ഡായിട്ട് സെറ്റായി പോയി എന്നർത്ഥം. ജോലിക്ക് പോവാനുണ്ടെങ്കിലാണ് ജീവിതം, ജോലിക്ക് പോവാനുണ്ടെങ്കിലാണ് ഹാബിറ്റ്സ്, ജോലിക്ക് പോവാനുണ്ടെങ്കിൽ മാത്രം ആണ്. അപ്പോൾ അതുമായി കണക്ട് ചെയ്ത ഹാബിറ്റാണ്. ജോലി പോയി കഴിഞ്ഞാൽ പിന്നെ എല്ലാ ദിവസവും കിടന്നുറങ്ങുന്നതിന് അർത്ഥം. രാവിലെ നേരത്തെ എഴുന്നേൽക്കാൻ സാധ്യതയില്ല, ആക്ടിവിറ്റികൾ യോഗ ചെയ്യാൻ സാധ്യതയില്ല, എക്സസൈസ് ചെയ്യാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ ബുക്ക് വായിക്കാൻ സാധ്യതയില്ല, പ്രാർത്ഥിക്കാൻ സാധ്യതയില്ല. പല സാധ്യതകളും ഒറ്റയടിക്ക് ഇല്ലാതാവും. അപ്പോൾ അന്ന് എല്ലാം അതിന് ലീവ് കൊടുക്കുകയും ബാക്കിയുള്ള ദിവസം അത് ചെയ്യുകയും ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെ അതിനൊരു പ്രശ്നമില്ലേ എന്നുള്ളതാണ് സൈക്കോളജി ഓഫ് ലിവിങ്ങിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഫോക്കസ് എന്ന് പറയുന്നതും സൈക്കോളജി ഓഫ് ലിവിങ് എന്ന് പറയുന്നതും ഡെയിലി റൂട്ടീൻ എന്നതും
ഫോക്കസിനെ നമ്മൾ ശരിക്കും ഒന്ന് സീരിയസ് ആയിട്ട് സൈക്കോളജി ഓഫ് ലിവിങ്ങിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഡെയിലി റൂട്ടീൻ എടുത്തതാണ്. ഒരു ഇൻഡിവിജ്വലിന് ഡെവലപ്ഡ് ആകുന്ന ഏരിയയിൽ സൈക്കോളജി ഓഫ് ലിവിങ്ങിലെ ഹാബിറ്റിനുള്ള പങ്ക് വളരെ വലുതാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നേച്ചർ അല്ലെങ്കിൽ ക്യാരക്ടർ, ബിഹേവിയർ, അതുപോലെ തോട്ട്സ്, വേർഡ്സ്, ആക്ഷൻസ്, ഈ ഒരു ഏരിയയിൽ നമ്മൾ നിൽക്കുമ്പോൾ ഹാബിറ്റ്സും വളരെ പ്രധാനപ്പെട്ട, അതായത് ഒരു ഹാബിറ്റ് എല്ലാ ദിവസത്തേക്കുമായിട്ടാണ് ഒരാൾ ബിൽഡ് ചെയ്യേണ്ടത്. ഇതായിരിക്കണം നമ്മുടെ ഇൻഡിവിജ്വൽ ഫോക്കസിൽ ഏറ്റവും പ്രധാനം. നമ്മൾ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ സ്ത്രീകൾ വളരെ ആരാധനയും പ്രാർത്ഥനയൊക്കെ ഉള്ള ആളുകളായിരിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഓഫ് പീരീഡുകൾ, അവരുടെ പീരിയഡ് ടൈമിലൊക്കെ അവർ രാവിലെ ഏർലി മോർണിംഗിൽ പ്രാർത്ഥനയ്ക്ക് അവർ എഴുന്നേൽക്കില്ല. അപ്പോൾ അതോട് അന്ന് പ്രാർത്ഥന ഇല്ലാത്തതുകൊണ്ട് രാവിലെ എഴുന്നേൽക്കില്ല. ആക്ച്വലി സംഭവിക്കുന്നത് എന്താണെന്നറിയാം? ഇത് എനിക്കൊന്നും ഞാനൊരു വടകരയിൽ വെച്ചൊരു ഗേൾസ് ക്യാമ്പറി, ഒരു 200-300 പെൺകുട്ടികളുടെ ക്യാമ്പാണ്. അതിനകത്ത് ഒരു ടോപ്പിക് ചെയ്യുന്ന സമയത്ത് അവരോട് ചോദിച്ച സമയത്ത് അവരിൽ ഉണ്ടായിരുന്ന ഒരു പ്രതികരണം, അപ്പോൾ അവിടെ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. വേറെ എന്തൊക്കെയോ എക്സ്റ്റേണൽ റിക്വയർമെന്റിൽ ഓറിയന്റഡ് ആണ് ഫോക്കസ്. അപ്പം ഇങ്ങനെ സംഭവിച്ചു പോയാൽ ഒരു വ്യക്തിത്വം ഡെവലപ്പ് ചെയ്യാൻ സാധിക്കില്ല. അപ്പം നമ്മൾ ഫോസ്റ്ററിങ് എ ഡെവലപ്ഡ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നതിനെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് അതിനെ ഒരു ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റി ആക്കി മാറ്റിയെടുക്കുക എന്നുള്ളിടത്ത് എക്സ്റ്റേണൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ടൂർ പോകാനുണ്ട്, 3 മണിക്ക് പോകണം എന്ന് പറഞ്ഞാൽ 2 മണിക്ക് എഴുന്നേൽക്കുക, അല്ലെങ്കിൽ 5 മണിക്ക് പോകണം എന്ന് പറഞ്ഞാൽ 2 മണിക്ക് എഴുന്നേൽക്കുക, അല്ലെങ്കിൽ 6 മണിക്ക് ബസ്സിൻ്റെ അടുത്തേക്ക് എത്തണം എന്ന് പറഞ്ഞാൽ പോലും 1 മണിക്ക് എഴുന്നേൽക്കുകയൊക്കെ ചെയ്യുന്ന രൂപത്തിലൊക്കെ പറ്റുമെങ്കിൽ അവിടെയൊക്കെ തകരാറുകളുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യേണ്ട വിഷയം എന്താണെന്ന് അറിയാം? ഏത് ദിവസവും എനിക്ക് എൻ്റെ റൂട്ടീൻ, എൻ്റെ പ്ലാൻസ്, എൻ്റെ 24/7, എൻ്റെ 24 മണിക്കൂറിനെ ഞാൻ ഫോക്കസ്ഡ് ആയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ ബേസിക് ഹാബിറ്റുകൾക്ക് യാതൊരു കാരണവശാലും ഓഫ് ഉണ്ടാവുന്നില്ല. ഇന്നലെ വരെ പല്ല് തേക്കാം, ഇന്ന് ഞായറാഴ്ച ചെയ്തുകൊണ്ട് പല്ല് തേക്കേണ്ടതില്ല രാവിലെ എന്ന്, അല്ലെങ്കിൽ ഇന്നലെ മാത്രമേ എനിക്ക് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ഉണരേണ്ടതുള്ളൂ, ഇന്ന് എനിക്ക് സൂര്യൻ ഉദിച്ചതിന് ശേഷം ഉണരാം. ഇങ്ങനെയുള്ള വളരെ തകരാറുള്ള ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ ഈ ഫോക്കസ്, എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് കാരണം ഫോക്കസ് നമ്മളുടെ ഇൻഡിവിജ്വലിലേക്ക് എത്താതെ പോകുമ്പോൾ ഒരു ഫോക്കസ് ജീവിതത്തിലുണ്ടോ എന്ന് തന്നെ നമുക്ക് സംശയമായി. അപ്പം നമ്മുടെ ഫോക്കസ് നമ്മളുമായി കണക്റ്റഡ് അല്ല, വേറെ എന്തിനെയൊക്കെയോ കണക്റ്റഡ് ആണ്. അതിൻ്റെ അർത്ഥം നമുക്ക് ഡ്രീമില്ല, മറ്റാരുടെയൊക്കെയോ ഡ്രീമിന് വേണ്ടി മാത്രമേ നമ്മൾ ജീവിക്കുന്നുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പം അവനവൻ്റെ സ്വപ്നം അവനവൻ്റെ ഗോളുമായി കണക്റ്റഡ് ആണ് അവനവൻ്റെ ഫോക്കസ്. പക്ഷേ അവനവൻ്റെ ഫോക്കസിലല്ല അവനവൻ എന്ന് തിരിച്ചറിയുന്നത് ചില ദിവസങ്ങളിലൂടെ, ചില സമയങ്ങളിലൂടെ ഇത്തരത്തിലുള്ള അവധിയെടുക്കുമ്പോൾ അതിൽ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. സൈക്കോളജി ഓഫ് ലിവിങ് ഫോസ്റ്ററിങ് എ ഡെവലപ്ഡ് പേഴ്സണാലിറ്റിക്ക് വേണ്ടിയിട്ടല്ല, നമുക്ക് സ്വന്തമായി ഗോളോ ഡ്രീമോ ഇല്ലാത്തത് കൊണ്ട് മറ്റാരുടെയോ ഗോളിലോ ഡ്രീമിലോ നമ്മൾ ഫിറ്റായി നിൽക്കുന്നു എന്നർത്ഥം. അപ്പം എല്ലാ ദിവസവും കാര്യങ്ങൾ ഒരുപോലെ വൃത്തിയും വെടിപ്പുമായി നടക്കേണ്ടതില്ലേ എന്നൊരു ചോദ്യം നമ്മൾ ചോദിക്കണം. കാരണം സൂര്യൻ ഉദിക്കുന്ന എല്ലാ പകലും ഒരുപോലെ ആയിരിക്കും ഒരു ഗ്രോയിങ് ഇൻഡിവിജ്വലിന്, ഒരു ഡെവലപ്പിംഗ് ഇൻഡിവിജ്വലിന്. അല്ലാതെ സൂര്യൻ ഉദിക്കുന്ന ചില പകലുകൾ ഒരു ഡെവലപ്പിംഗ് ഇൻഡിവിജ്വലിന് മറ്റൊരു രൂപത്തിൽ കാണേണ്ടതില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യാത്തിടത്തോളം കാലം ഒരു പെർട്ടിക്കുലർ ഫോക്കസിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കില്ല. അത് ഏത് രൂപത്തിലുള്ള പ്രവൃത്തിയിലും ഹാബിച്വേറ്റഡ് ആക്കി എടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. രാവിലെ ഇത്തരത്തിലൊരു സെഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സമയം മാറ്റിവെക്കാൻ, ഒരു പക്ഷേ ഇത് ഡിലേ ആയാൽ പോലും അതിലേക്ക് നമ്മൾ ട്യൂൺഡ് ആവുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പല കാരണങ്ങളാണ്. ഒന്ന്, നമ്മൾ തമ്മിലുള്ള കണക്ടിവിറ്റി, വിധേയത്വം, സ്നേഹം, ഇഷ്ടം, റിലേഷൻഷിപ്പ്, ബോണ്ടിങ്. നമ്പർ 2, ലേണിംഗ് ആറ്റിറ്റ്യൂഡ്, എന്തെങ്കിലും പഠിച്ചേ പറ്റൂ എന്നുള്ളത്. നമ്പർ 3,
എ പോസിറ്റീവ് സ്ട്രോക്ക് ക്രിയേറ്റ്സ് മൈ ഡേ മോർ ബെറ്റർ. എൻ്റെ രാവിലെ കിട്ടുന്ന ഒരു പോസിറ്റീവ് സ്ട്രോക്ക് എൻ്റെ ഒരു ദിവസം ഒന്ന് ബെറ്റർ ആക്കാൻ സഹായിക്കും. നമ്പർ 4, ഇഫ് ഐ ലേൺ സംതിങ് ഐ ക്യാൻ സ്പ്രെഡ് സംതിങ്. എനിക്ക് ഞാൻ ചിലത് പഠിച്ചാൽ മറ്റുള്ള ആളുകളിലേക്ക് അത് എത്തിക്കാൻ പറ്റും. So, ഇതെല്ലാം ഗോൾ ഓറിയൻറ്റഡ് ആണ്. സോ ഫോക്കസ് ഈസ് ദർ, സംഹൗ എ ഫോക്കസ് ഈസ് ദർ. ബട്ട് ഈ ഫോക്കസുകളെല്ലാം പ്രൈമറിലി കൊണ്ടുവരേണ്ടത് ഇൻഡിവിജ്വലിൻ്റെ ഡെവലപ്മെൻറ്റ്, ഫസ്റ്ററിങ് എ ഡെവലപ്ഡ് പേഴ്സണാലിറ്റിയിലേക്ക് തന്നെ അതിനെ കൊണ്ടുവന്നിട്ട് അത് ശരിക്കും ബുക്കും പേന എടുത്തിട്ട് എഴുതണം. എഴുതി ഉണ്ടാക്കിയിട്ട് അതിനടിയിലേക്ക് നോക്കുമ്പോഴാണ് നമുക്ക് ക്ലാരിറ്റി ഉണ്ടാവും. ശരിക്കും നമ്മുടെ ഫോക്കസ് കുറച്ചുകൂടി നമ്മളിലല്ലല്ലോ എന്ന്. അപ്പോൾ നമ്മളിൽ തന്നെ നമ്മുടെ ഫോക്കസ് എത്തി നിൽക്കുമ്പോൾ സൈക്കോളജി ഓഫ് ലിവിങ്ങിൽ നമ്മളൊരു ഒരു പ്ലാൻഡ് ആയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ആളുകളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന വളരെ ശക്തനായ ഒരു വ്യക്തിയായിട്ട് മാറിയിട്ടുണ്ടാകും. സോ ആ ഒരു വ്യക്തിത്വമാണ് നമുക്ക് ആവശ്യം. സോ ലെറ്റ് us continue psychology of living and fostering a developed personality. I wishing you all the very best and have a great day. God bless. Thank you so much and love you all. Thank you, sir. Thank you so much. Thank you.